ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല കിഡിലും ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കണ്ണൂരുകാരുടെ സ്വന്തം ഇതൾ റൊട്ടിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു റെസിപ്പി മലബാർ ഏരിയയിൽ എല്ലാവരും ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഫേമസ് ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്ന വീഡിയോ ഇന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടില്ല, കാരണം നിങ്ങൾക്കറിയില്ല ഓവർ ലെങ്തി ആയിപ്പോയി ഈ ഒരു റെസിപ്പി വീഡിയോ. അതുകൊണ്ട് ഞാൻ ഇന്ത്യൻ സമയം കൃത്യം 1 മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, വിന്നേഴ്സിനെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത മുഴുവൻ ആൾക്കാരും ആ ഒരു വീഡിയോ കാണാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണില്ലേ, അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതൾ റൊട്ടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് അളവിൽ ജീരകശാല അരി ഈ ഒരു ബൗളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് കുതിരാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പോൾ ജീരകശാല അരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ തലശ്ശേരി ദം ബിരിയാണിയൊക്കെ റെഡിയാക്കുന്ന ആ ഒരു സെയിം അരി തന്നെ. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ബസുമതി അരിയും പച്ചരിയൊക്കെ എടുക്കുക, പക്ഷെ അതൊന്നും ഒരിക്കലും പെർഫെക്റ്റ് ടേസ്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. ഈ ഒരു അരിക്ക് നിങ്ങൾക്ക് അറിയാലോ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ട്, അതിനനുസരിച്ച് ഇതൾ റൊട്ടിക്ക് ടേസ്റ്റും കൂടും. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് 2-3 തവണ നല്ലപോലെ കഴുകി എടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇത് നല്ലപോലെ കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3 മണിക്കൂർ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അരി ഇപ്പം 3 മണിക്കൂർ ഏതാണ്ടായിട്ടുണ്ട്, നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്, കണ്ടില്ല. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് നല്ലപോലെ കളഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ അരി കുതിർന്നതിന് ശേഷം കഴുകിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ആദ്യം തന്നെ നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് അരി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചോറ് ഒരുപാട് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ഈ ഒരു 1.5 കപ്പ് അളവിന് 3 ടേബിൾ സ്പൂൺ നല്ല പെർഫെക്റ്റ് അളവാണേ. അടുത്ത നമ്മൾ ഈ ഒരു അരി അരച്ചെടുക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള ഒരു തേങ്ങ മുഴുവനായിട്ട് ചിരകിയിട്ട് അതിൻ്റെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല കട്ടിയുള്ള പാൽ തന്നെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത് നമുക്കിനി കുറച്ചായിട്ട് ഇതിലൊഴിച്ചിട്ട് ആദ്യം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അരി അങ്ങോട്ട് അരിഞ്ഞ് കിട്ടില്ല. അപ്പോൾ ആദ്യം കുറച്ചൊന്ന് ഒഴിച്ചിട്ട് അരി നന്നായിട്ട് അരച്ചെടുക്കുക. ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ് അരച്ചെടുക്കാൻ പോകുന്നത്. ഇനി നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇതാ നമ്മുടെ മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്, കാരണം നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ അടിച്ചിട്ടൊന്ന് അരയാൻ പാകത്തിനല്ലേ അടിച്ചെടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാൽ മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു മാവില്ലേ, ഇത് എത്രത്തോളം നമുക്ക് ലൂസായിട്ട് എടുക്കുന്നു അത്രയും നമ്മൾ ഇതൾ റൊട്ടിക്ക് ആ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ കൂടും കേട്ടോ, ടേസ്റ്റൊക്കെ കൂടും. അതുകൊണ്ട് നിങ്ങൾ മുഴുവനായിട്ട് തേങ്ങാപ്പാൽ എത്രത്തോളം ലൂസാവാൻ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് അടിച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ വേറെ പച്ചവെള്ളമൊന്നും നമ്മൾ ഇതിൽ സെപ്പറേറ്റ് ആഡ് ചെയ്യാൻ പാടില്ല, തേങ്ങാപ്പാൽ മാത്രമേ അരച്ചെടുക്കാൻ പാടുള്ളൂ. അങ്ങനെ നമ്മുടെ മാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഈ ഒരു ലൂസ് തന്നെ വേണം, എത്ര ലൂസാണെന്ന് അത്രയും നല്ലതാണ്. ഇനി നമുക്കിതെങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്ന് നോക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ലേ. ഇപ്പം ഞാൻ സ്റ്റീമറിൽ കുറച്ച് വെള്ളം തിളക്കാൻ വേണ്ടി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലൊരു സ്റ്റീൽ പ്ലേറ്റ് എല്ലാവരുടെയും കയ്യിലുണ്ടാവുമല്ലോ, സ്റ്റീൽ പ്ലേറ്റോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ടിഫിനൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ ഇതുപോലെ നന്നായിട്ട് നെയ്യ് തടവി കൊടുത്തിട്ട് ഈ ഒരു സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ഓരോ സ്പൂണായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് 1 സ്പൂണാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലെയർ നേരിയതായിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇല്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ മുകൾ ഭാഗം നന്നായിട്ട് ഡ്രൈ ആയി വരും, അതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏതാണ്ട് 3-4 മിനിറ്റ് ആയതിനു ശേഷം ഞാൻ അടുപ്പ് തുറന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് മുകൾ ഭാഗം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ലപോലെ ആറി വന്നിട്ടുണ്ട്, ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ, നല്ല ഫ്ലേവർ ഉണ്ടാവും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നെയ്യ് ചേർക്കുമ്പോൾ RKG ഒക്കെ പോലെ നല്ല ഫ്ലേവറും നല്ല മണമൊക്കെ ഉള്ള നെയ്യാണ് കുറച്ചുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ ഇതൾ റൊട്ടിക്ക്. അപ്പോൾ ഇതുപോലെ ഞാൻ നന്നായിട്ട് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഒഴിച്ച അതേ സെയിം സ്പൂണിൻ്റെ അളവ് തന്നെ ഒഴിച്ചു കൊടുക്കണം. ആ 1 സ്പൂണ് വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് ലെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്ലെയിം ഒരു മീഡിയത്തിലിട്ടിട്ട് 3-4 മിനിറ്റ് മുകൾ ഭാഗം ആറുന്നവരെ ഒന്ന് ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്താൽ മതി.
ഇപ്പോൾ ഇത് അടുത്ത ലെയറും നമ്മുടെ മുകൾ ഭാഗം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. എന്നിട്ട് സെയിം പ്രൊസീജിയർ തന്നെ കേട്ടോ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ മുഴുവനായിട്ട് ഇതിങ്ങനെ പാരുന്ന കാണിക്കണ്ടല്ലോ, ഓവർ ലെങ്തി ആക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് വീണ്ടും മാവ് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലെയറാണോ നിങ്ങളെ മാവ് ഉള്ളത്, എത്ര ലെയറാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ലെയർ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ ഇത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയതാണ്, നമ്മൾ ഇതിൽ ഓരോ ലെയറായിട്ടൊന്ന് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുത്തില്ലേ, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്പൂൺ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി. പക്ഷേ എനിക്ക് അത്രക്കങ്ങനെ താല്പര്യമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി തേങ്ങാപ്പാലിനാണല്ലോ മുഴുവൻ അരച്ചെടുക്കുന്നത്. പിന്നെ ലെയറായിട്ട് കിട്ടാതെ ബുദ്ധിമുട്ടും കാര്യമൊന്നുമില്ല, കാരണം നെയ്യ് നന്നായിട്ട് തടവി കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ ചിലവർ അങ്ങനെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ എന്തായാലും ഒഴിക്കുന്നില്ല. അപ്പോൾ ഇത് ഏതാണ്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. സൈഡിൽ നിന്ന് ചെറുതായിട്ട് ഗ്യാപ്പ് വരാൻ തുടങ്ങും കേട്ടോ. ആ ഒരു സമയത്ത് വെന്ത് എന്നാണ് അർത്ഥം. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇതൾ ഒറോട്ടി നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഓവർ തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. നമുക്ക് ലൈറ്റ് ചൂടുള്ള സമയത്ത് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കുക, എങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ലെയറായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഞാൻ ഇത് പെട്ടെന്ന് തന്നെ കണ്ടില്ലേ, പ്ലേറ്റിൽ നിന്നെല്ലാം വിട്ട് കിട്ടുന്നുണ്ട്. ഇനി നമുക്കൊരു ബോർഡിൽ വെച്ചിട്ട് ഇത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് പ്ലേറ്റിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇതിൻ്റെ സോഫ്റ്റ്നെസ് എത്രമാത്രം ഉണ്ട് എന്നല്ലേ. കയ്യിൽ പിടിക്കുമ്പോഴൊക്കെ ഞാൻ കാണിച്ചു തരാം. കയ്യിലൊക്കെ പിടിക്കുമ്പോൾ കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ പ്രത്യേകം. അപ്പോൾ നമുക്കിനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിലൊക്കെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ലെയറായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ലെയറാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ല, പെട്ടെന്ന് തന്നെ വിട്ടു കേട്ടോ. ഓവർ തണുത്ത് കഴിഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും ലെയറായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഓരോ ലെയറായിട്ട് എടുത്തിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കുക. കാരണം നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള കുറച്ചുകൂടി മാവ് ഉണ്ടായിരുന്നു, അതിന് ഞാൻ ഇതുപോലൊരു ടിഫിനിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചിക്കൻ സ്റ്റ്യൂ, മട്ടൺ സ്റ്റ്യൂ, അല്ലെങ്കിൽ ബീഫ് വരട്ടിയത്, അങ്ങനത്തെ ഏത് കറിയും കഴിക്കാം കേട്ടോ. അല്ലെങ്കിൽ തേങ്ങാപ്പാലും പഞ്ചസാരയോ ഏലക്കായ പൊടിയൊക്കെ ഇട്ടിട്ട് തേങ്ങാപ്പാലിൻ്റെ സ്റ്റ്യൂ ആക്കുമല്ലോ, അങ്ങനെയും കഴിക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് താല്പര്യം അങ്ങനെ കഴിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക, ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്